ശശി തരൂർ പറഞ്ഞ കാര്യം അങ്ങനെയല്ല എന്ന് സമർത്ഥിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ തന്നെ വിമർശനം ആ മാധ്യമത്തിനെതിരെ വന്നു. ആ മാധ്യമം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തെറ്റിപ്പോയി എന്ന് പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് പി ജെ കുര്യനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ ശശി തരൂരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്? ഇതിന് സത്യസന്ധമായ മറുപടി പറയുകയാണെങ്കിൽ താങ്കൾ എന്തിനാണ്, അല്ലെങ്കിൽ മാതൃഭൂമി ചാനൽ എന്തിനാണ് ശശി തരൂരിനെ ന്യായീകരിക്കാൻ രംഗത്തിറങ്ങിയത് എന്ന് ചോദിക്കേണ്ടി വരും. കാരണം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹം എന്ത് തിരുത്തിയെന്നാ പറയുന്നത്? അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് എവിടെ തെറ്റുപറ്റിയെന്നാ പറയുന്നത്? നേതാക്കളില്ല, സംസ്ഥാനത്ത് കോൺഗ്രസിനെ നയിക്കാൻ വേണ്ട നേതാക്കളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊരൊറ്റ കാര്യത്തിലാണ് സംശയമുള്ളത്. അതിലാണ് ട്രാൻസ്ലേഷനിൽ വിവർത്തനത്തിൽ തെറ്റുപറ്റിയെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ അക്കാര്യത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞ വാചകം തന്നെ ഞാൻ പറയാം. ദിസ് വാസ് ആൻ ഇനാക്യുറേറ്റ് ട്രാൻസ്ലേഷൻ ഓഫ് ഹിസ് റിമാർക്സ് ഇൻ മലയാളം. വാട്ട് തരൂർ സെഡ് വാസ്, we have many leaders but many feel that there are no ordinary workers എന്നാണ് ആ മാധ്യമം തന്നെ തിരുത്തിയത്. അപ്പൊ പിന്നെ എവിടെയാണ് നേതാക്കളില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്? ഞാൻ അത് തന്നെയാണല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് അദ്ദേഹം തെറ്റുപറ്റി, അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിന് തെറ്റുപറ്റി എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റില്ല. അദ്ദേഹം കോൺഗ്രസിന് കേരളത്തിൽ നേതാക്കളില്ല എന്ന് പറഞ്ഞത് സംബന്ധിച്ച കാര്യങ്ങളാണ്. അല്ലാതെ അത് ഞാനതിനെ ശശി തരൂർ ഞാൻ 100% വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഐ ഹാവ് മെനി ഓപ്ഷൻസ് എന്ന് പറഞ്ഞത് നമ്മൾ ആ ഇന്റർവ്യൂ കേട്ടോ, താങ്കൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. കേട്ടാൽ അദ്ദേഹം വളരെ വ്യക്തമായി എന്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ, പ്രഭാഷണം, സെമിനാർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ വാർത്ത കൊടുത്തത് ഐ ഹാവ് മെനി ഓപ്ഷൻസ് പറയുമ്പോൾ പാർട്ടിയിൽ ഞാൻ ചേരുമെന്നുള്ള മട്ടിലല്ലേ? നോ ഐ ഹാവ് മെനി ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രസംഗമുണ്ട്, എനിക്ക് എഴുത്തുണ്ട്, എനിക്ക് അന്താരാഷ്ട്ര വേദികളിലേക്കുള്ള ക്ഷണമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയ സപ്പോർട്ട് ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്ന അടുത്തൊരു വാചകമുണ്ട്. അത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ? തൊട്ടടുത്ത വാചകം അതാണ്. എന്റെ ഓപ്ഷൻസിനെ പറ്റി ഇന്ന ഓപ്ഷൻസ് പറയുമ്പോൾ അദ്ദേഹം തൊട്ടടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്തുണ ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്. അത് മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ പറ്റി പറഞ്ഞ കാര്യങ്ങള്, അതിനുമുമ്പ് അദ്ദേഹം CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ പുകഴ്ത്തിയ കാര്യങ്ങള്, അതിനുമുമ്പ് അതോടൊപ്പം തന്നെ ചേർന്ന് അദ്ദേഹം പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയ കാര്യം. എവിടെയാണ് ഇന്ത്യക്ക് അനുകൂലമായി എന്താണ് ആ സന്ദർശനത്തിൽ സംഭവിച്ചത്? മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി? എന്നിട്ടും പ്രശംസിച്ചു. ഇതൊക്കെയാണ് ആളുകൾ എതിർക്കുന്നത്. അതുപോലെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറി നിൽക്കുകയാണ്. ഞാനാണ് യോഗ്യൻ, എനിക്കാണ് സർവേകളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം മറ്റൊരു വാചകം കൂടെ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഇതുമായി ബന്ധപ്പെട്ടതല്ല, ഇംഗ്ലീഷ് അറിയാവുന്നവരൊന്ന് വായിച്ചു നോക്കട്ടെന്ന്. അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് ഇംഗ്ലീഷ് അറിയാവുന്ന സതീശനൊക്കെ ഒന്ന് വായിക്കട്ടെ എന്ന്. അതിന്റെ അർത്ഥം എന്താ? അതാണ് പി ജെ കുര്യൻ പറഞ്ഞത്. ഇംഗ്ലീഷ് അറിയുന്നത് മാത്രമല്ല ഒരു പാർട്ടിയുടെ നേതൃപദവി അലങ്കരിക്കാനുള്ള യോഗ്യത എന്ന്. ഇംഗ്ലീഷിൽ അദ്ദേഹം അദ്വിതീയനായിരിക്കാം. ഇന്ത്യയിൽ തന്നെ ഒരാൾക്ക് അതുപോലുള്ളൊരു പ്രാഗൽഭ്യമോ പ്രാവീണ്യമോ ആ ഭാഷയിലുണ്ടെന്ന് ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അന്ന് പി ജെ കുര്യൻ ഒരാളുടെ പേര് പറഞ്ഞല്ലോ, ഏഴയത്തോടൻ കാമരാജ്. ആരായിരുന്നു കാമരാജ്? പാർക്കലാം എന്ന് മാത്രം പറയുന്ന ഒരാള്, ഇംഗ്ലീഷിന് ഒരു വാക്കറിയാൻ മേലാത്ത ആള്, ഒന്നാം തരം AICC പ്രസിഡന്റ് ആയിരുന്നില്ലേ? അതേ പറഞ്ഞുള്ളൂ. ആരും ആർത്തട്ടഹസിച്ചോ അലച്ചും വിളിച്ചോ ഒന്നും തരൂരിനെതിരായിട്ട് വരുന്നില്ല. തരൂര് ചെയ്ത കാര്യങ്ങൾ, തരൂരെടുത്ത നിലപാട്, കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുമ്പോൾ പാർട്ടിയുടെ നിലപാടുകളെ അംഗീകരിക്കാത്ത രീതിയിൽ അദ്ദേഹം എടുത്ത നിലപാടിനെതിരെയാണ് ഇവിടെ. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഒന്ന് BJPയെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് തരൂർ. രണ്ട്, CPM-നെ കുറിച്ച് നിശിതമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. 15-20 വർഷം പിറകിലാണ് അവർ. ആ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനത്തിൽ തന്നെ, പോഡ്കാസ്റ്റിലെ ലേഖനത്തിൽ തന്നെ ഇപ്പോഴെങ്കിലും ഇവർക്ക് ബുദ്ധി ഉദിച്ചത് നന്നായി, ഇനി പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ നിലപാട് മാറ്റുമോ എന്ന പരിഹാസമാണ് ചോദിക്കുന്നത്. അപ്പോ ശശി തരൂർ രാഷ്ട്രീയ നേതാവിനൊപ്പം ഒരു പബ്ലിക് ഇന്റലക്ച്വൽ കൂടിയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ചാടിത്തുള്ളി ഇതൊരു വലിയ ഡിബേറ്റ് ആക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോ പി കുര്യൻ ഒരു അഭിപ്രായം പറയുന്നു. ഇന്നിപ്പോ തിരുവഞ്ചൂര് പറയുന്നു ശശി തരൂരിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷായം കുടിപ്പിക്കുന്നതെന്ന് തിരുവഞ്ചൂര് ചോദിക്കുന്നു. അപ്പൊ കോൺഗ്രസിലെ ഇൻഫൈറ്റിംഗ് അടുത്ത ഒരു വർഷത്തിനിടയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇങ്ങനെ ലൈവാക്കി നിർത്തണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കോൺഗ്രസ് നേതാക്കളെ ഇവിടെ നിർത്ത്. നിങ്ങളിപ്പോ വളരെ ആവേശപൂർവ്വം സംസാരിക്കുന്നുണ്ടല്ലോ. ഞാനൊരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. അദ്ദേഹം BJPയെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം CPM-ന്റെ നിലപാടുകളെ, അല്ലെങ്കിൽ CPM എടുക്കുന്ന നിലപാടുകളുടെ പ്രസക്തിയെ വിമർശിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവ്, 4ാം വട്ടം കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് MP ആയ ഒരാള്.
കോൺഗ്രസിലൂടെ പല പദവികളും നേടിയ ശശി തരൂർ ഈ പാർട്ടികളെ രണ്ടിനെയും വിമർശിക്കുക തന്നെ വേണം. പിന്നീട് അദ്ദേഹം അക്കാഡമിഷ്യൻ ആയതുകൊണ്ട്, അദ്ദേഹം ബുദ്ധിജീവി ആയതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ നിലപാടിനെ എതിർക്കാൻ പാടില്ല. അത് തന്നെയാണ് വസ്തുത. പാർട്ടി വിഴിഞ്ഞം സമരത്തിൽ സമരക്കാർക്ക് അനുകൂലമായ നിലപാടെടുത്താൽ അദ്ദേഹം അദാനിക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ LDF സർക്കാരിന്റെ വ്യവസായ നയത്തെ, അല്ലെങ്കിൽ അവര് വ്യവസായ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് അവകാശവാദത്തെ പാർട്ടി എതിർക്കുമ്പോൾ അങ്ങനെയല്ല, ഈ പാർട്ടി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയാൻ പാടില്ല. ഈസ് നോട്ട് സപ്പോസ് ടു. അത് തന്നെയാണ്, അതാണ് വസ്തുത. അല്ലാതെ ചാടിത്തുള്ളി വരുന്നതൊന്നുമല്ല. പാർട്ടിക്കെതിരായിട്ടൊരു നേതാവ്, അല്ലെ പാർട്ടി എടുക്കുന്ന നിലപാടിനെതിരായിട്ട് ഒരു നേതാവ് വന്നാൽ അത് CPM-ന്റെ നിലപാടാ ശരി. താങ്കൾ ഈ മാതൃഭൂമി ഈ കാര്യത്തിൽ ആവേശം കൊള്ളുന്നു, അല്ലെങ്കിൽ ശശി തരൂരിനെ ന്യായീകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ശശി തരൂർ CPM-ന് അനുകൂലമായ നിലപാടെടുക്കുന്നത് ഇതാദ്യമല്ല. നരേന്ദ്രമോദിയെ കുറിച്ച് അല്ലെങ്കിൽ BJP-യെ കുറിച്ച്, നരേന്ദ്രമോദിയെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത് ആദ്യമല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് 4ാമത്തെ പ്രാവശ്യം ശശി തരൂരിനെ കോൺഗ്രസ് ഇവിടെ മത്സരിപ്പിക്കുന്നു. പിന്നെ ഇംഗ്ലീഷ് അറിയുന്ന കാര്യം, ഇപ്പോൾ AICC-യുടെ വളരെ വലിയ നേതാവായിരുന്ന RK ധവാനെ കുറിച്ച് കോൺഗ്രസിൽ നിന്ന് തന്നെ എന്ത് തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നിട്ടുള്ളത്? അതായത് ഗാന്ധി കുടുംബത്തിന് പ്രസംഗം തയ്യാറാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരാൾ കോൺഗ്രസിനെ മൊത്തം നിയന്ത്രിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനം കോൺഗ്രസിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. താങ്കളെ പോലെ ഒരു ഇത്രയും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇതൊന്നും അറിയാത്ത കാര്യമല്ല. പക്ഷേ ഒരു ഇംഗ്ലീഷ് പറയുന്നതിന്റെ പേരിൽ, അദ്ദേഹം വിദേശത്ത് പോകുന്നതിന്റെ പേരിൽ ശശി തരൂരിനെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്? അല്ലെങ്കിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാടെടുക്കണം. താങ്കൾ എന്നെ ഇത് പഠിപ്പിക്കാൻ ദയവ് ചെയ്ത് വരരുത്. RK ധവാനി ഇതുമായിട്ട് എന്താ ബന്ധം? അങ്ങനെ ഇംഗ്ലീഷിൽ പ്രസംഗം തയ്യാറാക്കി കൊടുക്കുന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ കോൺഗ്രസിൽ ഒരു കാലത്ത് വിമർശിച്ചിരുന്നത്. അതിനെന്താണെന്നേ കുഴപ്പം എന്താ? അല്ല, ഇപ്പൊ ശശി തരൂർ ഇംഗ്ലീഷ് RK ധവാനെ വിമർശിക്കരുതെന്നുണ്ടോ? താങ്കൾ എന്താ ഈ പറയുന്നത്? RK ധവാനെ വിമർശിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? RK ധവാനെ വിമർശിക്കും. പാർട്ടിയുടെ നേതാവ്, പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നവൻ, പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് അധികാര സ്ഥാനങ്ങളിൽ എത്തുന്നവർ പാർട്ടിയുടെ നിലപാട് പറയണം. അല്ലാതെ അദ്ദേഹം അക്കാഡമിഷ്യനാണ് അല്ലെങ്കിൽ ലോക പൗരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടിയുടെ നിലപാട് പറയാതിരിക്കുന്ന ശശി തരൂരിനെതിരെ കോൺഗ്രസ് നടപടിയെടുക്കാമായിരുന്നല്ലോ. നിങ്ങളിപ്പോ നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നടപടിയെടുക്കലാണോ ഇതിന് പരിഹാരം? അങ്ങനെ എത്ര പേർക്ക് എതിരെ കോൺഗ്രസിൽ നടപടിയെടുക്കേണ്ടി വരും? അല്ലെങ്കിൽ 4ാമത്തെ പ്രാവശ്യം സീറ്റുകളും കൊടുക്കാതിരിക്കാമായിരുന്നു. പാർട്ടി വേദികളുടെ പുറത്തു ചിലപ്പോൾ കോൺഗ്രസിന്റെ രീതിയാണ് ഈ പുറത്ത് പറയുന്നത്. പുറത്ത് പറയരുതെന്ന് എന്റെ അഭിപ്രായം. പാർട്ടി വേദികൾ ഉണ്ടാവണം. പാർട്ടി വേദികൾ അതിനായിട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവിടെ പറയണം. അത് പുറത്ത് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ പറയരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പാർട്ടിയുടെ നേതാവ് പാർട്ടിക്ക് വേണ്ടി നിൽക്കണം. പാർട്ടിയുടെ അനുകൂലമായിട്ട് സംസാരിക്കണം. ആരാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും. അല്ലാതെ RK ധവാന്റെ കാര്യങ്ങൾ ഇവിടെ എന്താ പ്രസക്തി? എനിക്ക് മനസ്സിലായില്ലത്. താങ്കൾ എന്റെ അറിവിനെയും ചോദ്യം ചെയ്യുകയാണ് RK ധവാന്റെ കാര്യം പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലായില്ല. പി ജെ കുര്യൻ ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനം കോൺഗ്രസിന്റെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരണം. അത് ശശി തരൂർ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും അങ്ങനെ വന്നവരാണോ? അല്ലല്ലോ. ആരല്ലാത്തത്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആരല്ലാത്തത്? കേരളത്തിലെ കോൺഗ്രസ് ഒരാളുടെ പേര് പറ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളില് അടിതൊട്ട് പ്രവർത്തിച്ചു വരാത്ത ഒരാളുടെ പേര് പറ. കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ലല്ലോ കോൺഗ്രസ്. പിന്നെ എവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് കെട്ടിയിറക്കിയതായി? എവിടുന്നാണ്? കോൺഗ്രസിൽ നേതാക്കന്മാരുടെ മക്കൾ നേതാവാവുക ഇപ്പോ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി അടക്കം ആ നിലയിലാണല്ലോ. അപ്പോൾ ഒരു അന്താരാഷ്ട്ര നിലയിൽ പ്രശസ്തനായ ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടി ഒരു ഓഫർ കൊടുക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ് ആയാലും BJP ആയാലും ആ സ്റ്റേച്ചറുള്ള ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുക, അവരെ മന്ത്രിമാരാക്കുക, പാർട്ടി പദവി കൊടുക്കുക, ഇതൊക്കെ സാധാരണമായി ചെയ്തു വരുന്ന കാര്യമല്ലേ. ഇപ്പോ S ജയശങ്കറിനെ വിദേശകാര്യമന്ത്രിയാക്കിയത് അദ്ദേഹം ചെറുപ്പത്തിലെ ശാഖയിൽ പോയതുകൊണ്ടോ BJP ആയതുകൊണ്ടോ ഒന്നും അല്ലല്ലോ. മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയല്ലോ കോൺഗ്രസ്. നിങ്ങളിപ്പോ മൻമോഹൻ സിംഗിന്റെ കാര്യം അപ്പൊ പറയട്ടെ. മൻമോഹൻ സിംഗിനെ നിങ്ങൾ പ്രധാനമന്ത്രിയാക്കിയല്ലോ. പക്ഷെ മൻമോഹൻ സിംഗ് എന്നും കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയോ കോൺഗ്രസിന്റെ MP-യോ കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രിയോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയോ ആയതിനു ശേഷം ഹി വാസ് ഓൾവേസ് കോൺഗ്രസ് മാൻ. ജയശങ്കർ ഓൾവേസ് BJP മാൻ. അതാണ് നമ്മുടെ ഇവിടുത്തെ തർക്കം. അല്ലാതെ പിന്നെ അദ്ദേഹം അടി തൊട്ട് മണ്ഡലം പ്രസിഡന്റ് മുതൽ തരൂർ പ്രവർത്തിച്ച് വരണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയത്തുമില്ല. അദ്ദേഹത്തിന് ഒരു സ്റ്റേച്ചർ ഉണ്ടായിരുന്നു. ആ സ്റ്റേച്ചർ ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇനിയും ഉപയോഗിക്കണമെന്ന് എന്റെ അഭിപ്രായം. പക്ഷേ അപ്പോഴും അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരിക്കണം.